സുഹൃത്തുക്കൾക്കൊപ്പം വിനോദയാത്ര പോയയാൾ മടങ്ങിയെത്തിയത് പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ. അരിമ്പൂർ ഉദയനഗർ റോഡിൽ ജെയ്മി എന്നറിയപ്പെടുന്ന മാളോക്കാരൻ ജെയിംസ് ആണ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്നത്. കാഞ്ഞാണി റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറായിരുന്നു ജെയിംസ്. ബസ് ജീവനക്കാരനായ സുഹൃത്തിന് കേരള ഭാഗ്യക്കുറി അടിച്ചതിന്റെ ആഘോഷമായിട്ടാണ് 9 സംഘം നെല്ലിയാമ്പതിയിലേക്ക് വിനോദയാത്ര പോയത്. ജനുവരി 25 രാവിലെ 8 മണിക്കാണ് സംഘം പുറപ്പെട്ടത്. പിന്നീട് രാത്രി 8 മണിയോടെ ജെയിംസ് വീണ് പരിക്കേറ്റ ആശുപത്രിയിലാണെന്ന് സംഘത്തിലെ ഒരാൾ ജെയിംസിന്റെ ഭാര്യ റജീഷയെ വിളിച്ചു പറഞ്ഞു. തൃശൂർ മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിലായിരുന്നു ജെയിംസ്. 6 ദിവസം അവിടെ കഴിഞ്ഞ ശേഷം പിന്നീട് തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. 3 ദിവസത്തിനു ശേഷം ആശുപത്രിയിൽ നിന്ന് വിട്ടയച്ചു. തുടർന്ന് പെയിൻ ആൻഡ് പാലിയേറ്റീവ് വിഭാഗത്തിലേക്ക് മാറ്റി. ഇപ്പോഴും അബോധാവസ്ഥയിലാണ് ജെയിംസ്. ഇടയ്ക്കിടെ തൊണ്ടയിലും ശ്വാസനാളത്തിലും വരുന്ന കഫം വീട്ടുകാർ യന്ത്ര സഹായത്തോടെ വലിച്ചു കളയുന്നുണ്ട്. യാത്രക്കിടെ ജീപ്പിലുണ്ടായിരുന്നവർ വാക്കേറ്റം ഉണ്ടായതിനെ തുടർന്ന് മടങ്ങി പോവുകയായിരുന്നു. ജെയിംസിനുണ്ടായ അപകടത്തെപ്പറ്റി കൂടെ ഉണ്ടായിരുന്നവർ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ് പറഞ്ഞിരുന്നത്. പാറയിൽ തലയിടിച്ച് വീണുവെന്നും മറ്റൊരാൾ പാറക്കെട്ടിലേക്ക് വീണുവെന്നും പറഞ്ഞു. മറ്റൊരു സുഹൃത്ത് പറഞ്ഞത് നിർത്തിയിട്ടിരുന്ന വണ്ടിയിൽ നിന്ന് റോഡിലേക്ക് വീണെന്നാണ്. ഓരോരുത്തരും ഓരോ രീതിയിൽ പറഞ്ഞതോടെ സംശയം തോന്നിയ വീട്ടുകാർ നെല്ലിയാമ്പതിയിലെ പാടഗിരി പോലീസ് സ്റ്റേഷനിലും തൃശൂർ റൂറൽ പോലീസ് സൂപ്രണ്ടിനും പരാതി നൽകുകയായിരുന്നു. പാടഗിരി സ്റ്റേഷനിലെ പോലീസുകാർ തിങ്കളാഴ്ച അരിമ്പൂരിൽ എത്തിയിരുന്നു. ഇവർ കാഞ്ഞാണി മേഖലയിൽ ബസ് തൊഴിലാളി സഹായ സമിതി ഓഫീസിലെത്തി 3 പേരുടെ മൊഴിയെടുത്തു. യാത്ര പോകാനായി ഉപയോഗിച്ച ജീപ്പ് നെല്ലിയാമ്പതിയിലേക്ക് എത്തിക്കണമെന്ന് ഇവരോട് ആവശ്യപ്പെട്ടതായി ജെയിംസിന്റെ സഹോദരൻ ജോൺസൺ പറഞ്ഞു.